സന്ദീപ് വാര്യരുടെ വരവ് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് കാണുന്നത്? അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു വാര്യറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് സന്ദീപ് വാര്യരെ പോലെ കൊള്ളാവുന്ന ഒരു വാര്യറെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വേറെ സന്തോഷമുള്ള കാര്യമാണ്. ശ്രീ സന്ദീപ് വാര്യർ നേരിൻ്റെ പാതയിലേക്ക് വന്നു. അദ്ദേഹം ഇത്രയും നാളും ഉണ്ടായിരുന്ന ഐഡിയോളജിയിലുള്ള വിഷക്കലർപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിൻ്റെ ഐഡിയോളജി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നതിൽ ഏറെ സന്തുഷ്ടനാണ്. യൂത്ത് കോൺഗ്രസ് സുസ്വാഗതം ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് അതുണ്ടാവില്ല. ഇനി ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് കോൺഗ്രസിന്റെ വക്താവായി പ്രേമി കാണുകയുള്ളൂ. TV ചർച്ചകളൊക്കെ സജീവമാവും. അല്ല, തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വാര്യരെ പോലെ അദ്ദേഹത്തിന്റെ എല്ലാ എഫിഷ്യൻസിയും അദ്ദേഹത്തിന്റെ എല്ലാ ക്വാളിറ്റിയും പാർട്ടി പൂർണ്ണമായി ഉപയോഗിക്കും. അദ്ദേഹത്തിനെ പോലെ വളരെ ഇൻഡെപ്തായി സംസാരിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകനെയാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹം വളരെ കൃത്യമായുള്ള നിലപാടുകൾ എടുത്തിരുന്നു. ആ നിലപാടുകൾക്കൊക്കെ കിട്ടിയ അംഗീകാരമാണ്. പക്ഷേ ഇത്രയും കാലം കോൺഗ്രസിനെ കണിശമായ ഭാഷയിലൊക്കെ വിമർശിച്ച ആളാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുന്തോറും തെറ്റ് തിരുത്താം. ആ തെറ്റുകൾ തിരുത്തുമ്പോൾ നേരായ പാതയിലേക്ക് വരും. ആ നേരായ പാതയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യണം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോലും റിഫോർമേറ്റീവാണ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരുത്തിയാൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കാണ്. ആ തെറ്റുകൾ തിരുത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള പാത കോൺഗ്രസ് ഒരുക്കും. അദ്ദേഹം ഒരു നല്ല ഒന്നാം ക്ലാസ് കോൺഗ്രസ് വാരിയറായിരിക്കും. ഒരു സംശയം. വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് സ്നേഹം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ആ കടയിലെ മാനേജറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു.